ശ്രീ പാണ്ഡ്യാല ഷാജി, ഇനിയിപ്പോൾ ഇത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് പറ്റിയ പിഴവാണ്, അല്ലെങ്കിൽ ഈ ജയിൽ കാര്യാലയത്തിന് സംഭവിച്ച പിഴവാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് സംഭവിച്ച പിഴവാണ് എന്നൊക്കെ പറഞ്ഞ് കൈമലർത്തും. അതല്ലേ സാധാരണയായിട്ട് നടക്കാറുള്ളത്? അതല്ലേ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ചാരി രക്ഷപ്പെടും. പക്ഷേ കൃത്യമായി നോക്കൂ, ആ ലിസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾ. അതിൽ 56 പേര്. ആ 56 പേരിൽ എൻ്റെ നാട്ടുകാർ കുറേ പേരുണ്ട് കേട്ടോ. ആ കുളശ്ശേരി കാവുംഭാഗം ഏരിയയിലുള്ള പലരും ഉണ്ട്. എല്ലാം CPM-കാരാണ്, എല്ലാം CPM-ൻ്റെ പ്രവർത്തകരാണ്. ഈ 56 പേരും CPM-കാരാണ്. അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പാട്യം, പത്തായക്കുന്ന്, പിന്നെ പൊന്ന്യം, അവിടങ്ങളിലൊക്കെ ഉള്ളവരെയാണ്. അപ്പോൾ സർക്കാർ വിട്ടയക്കുന്നത്, ഈ റെമിഷൻ കൊടുക്കുന്നതെല്ലാം പാർട്ടിക്കാർക്കാണെന്ന് വ്യക്തമാണ്. നമ്മൾ അതുകൂടി നോക്കണം കേട്ടോ. ഈ 3 പേരെ മാത്രമല്ല, 3 പേർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ. മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഈ CPM തടവുകാർക്ക് തന്നെയാണ്, CPM-ൻ്റെ കൊലയാളികൾക്ക് തന്നെയാണ്, കൊലയാളി സംഘത്തിന് തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് എന്നതും ഗൗരവത്തോടെയല്ലേ കാണേണ്ടതാണ്. അത് തീർച്ചയായും തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി വന്നിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം, CPM എന്ന് പറഞ്ഞൊരു പാർട്ടി സമ്പൂർണ്ണമായി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കും. സമ്പൂർണ്ണമായ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു. ഈ ഒറ്റപ്പെട്ട ഒരവസ്ഥ ഈ ജനങ്ങളെ ഇനി അവർക്ക് സ്വാധീനിക്കണമെങ്കിൽ വീണ്ടും ആവർത്തിക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുകയും പിന്നെ കീഴ്പ്പെടുത്തുകയും ആണ്. വീണ്ടും ആവർത്തനമാണ് വാസ്തവത്തിൽ. ഈ ഭയപ്പെടുത്താനുള്ള ആളുകൾ പുത്തനായിട്ട് എനിക്ക് വരാനില്ല, ആരുമില്ല. ഈ വരാനില്ലാത്ത അവസ്ഥയിലാണ് പഴയ ആളുകളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാച്ചാൽ വീണ്ടും ഡംപ് ചെയ്യുകയാണ് ഇതിനകത്തേക്ക്. ഈ ഡംപ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു സൊസൈറ്റിയുടെ വളരെ സ്വാഭാവികമായിരിക്കുന്ന ജൈവിക പ്രക്രിയയുടെ പിന്നെ വികാസത്തെ, അതിൻ്റെ വളർച്ചയെ അത് തടയുന്ന അങ്ങേയറ്റം പ്രതിലോമകരമായ ഒരവസ്ഥയാണ് സത്യത്തിൽ ഇവരിത് നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഇതിന് ഈ പറയുന്ന CPM എന്ന് പറയുന്ന സംഘടനാ രൂപത്തിന് ഇനി പൊതുജനത്തിൻ്റെ മുമ്പിൽ അത് അതിജീവിക്കുക സാധ്യമല്ല. അതിജീവിക്കുക അസാധ്യമായി തീരുന്നത് അത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായതുകൊണ്ടാണ്. ജനാധിപത്യ വിരുദ്ധമായിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനും പിന്നെ കാലത്തെയും ചരിത്രത്തിൽ അതിജീവിക്കുക സാധ്യമല്ല. അത് തന്നെയാണ് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ വന്നിരിക്കുന്ന. ബംഗാളിൽ പരാജയപ്പെട്ടു, 2ാം തവണ പരാജയപ്പെട്ടു. കേരളത്തിൽ 2ാം തവണ പരാജയപ്പെട്ടു. ത്രിപുരയിൽ 2ാം തവണ പരാജയപ്പെട്ടു. ഈ 2ാം തവണ പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ എന്താ? തിരിച്ചു വരാനുള്ള സ്പേസ് നിങ്ങൾക്ക് പൊതുജനം നൽകുന്നില്ല എന്നതാണ്. ഈ പൊതുജനം നൽകാതെ വിധത്തിലാക്കുന്ന തിരിച്ചടി നിങ്ങൾക്ക് തരുമ്പോഴാണ് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഈ കണ്ണൂർ ജില്ലക്കകത്ത് കണ്ണൂർ ജില്ല, പാട്യം, കൊട്ടിയോടി, പിന്നെ നമ്മുടെ കുളശ്ശേരി, ഈ ഭാഗങ്ങളിൽ വരുന്നവരെല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ മുഴുവൻ തന്നെ ഈ ക്രിമിനൽ വൽക്കരണത്തിലേക്ക് ഇവർ കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ തള്ളിക്കഴിയുന്നതോടെ എന്താ പറഞ്ഞാൽ പിന്നെ ഇവരാണ് ആ സമൂഹത്തിനകത്തെ ഒരു ഫയൽമാൻമാരല്ല, ഇവരാണ് ആ പ്രദേശത്തിന്റെ അധികാരികളായി മാറുകയാണ്. ഈ അധികാരികളായി മാറുന്നവന് അതിന്റെ വേറൊരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഉദാഹരണമാണ് ഇപ്പൊ കഴിഞ്ഞ തേങ്ങാബോബ് കൊട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വന്നല്ലോ ഇവിടെ എരഞ്ഞോളിയിൽ. അതിനകത്ത് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ മകളായതുകൊണ്ടാണ് അവർ ഇത്ര ബോൾഡായി സംസാരിച്ചത്. വളരെ ബോൾഡായി സംസാരിക്കുകയാണ്. അവർ മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ മകളാണ്. ഞാൻ അവരെ കാണാൻ പോകാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കാണാൻ പോയത് ഒറ്റ വിഷയം കൊണ്ട് അത് വേറൊരു അമ്പട്ടപ്പെട്ടിയാവേണ്ടതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. പക്ഷേ സംഭവം എന്ന് പറയാൻ ഇത്തരം ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് ആൾക്കാർ പറയുന്നത്. അതായത് അതിന്റെ വിചിത്രത നിങ്ങൾ ആലോചിച്ചോക്കെ. അവർ വാസ്തവത്തിൽ സൈനിക സ്കൂൾ പഠിച്ച ഒരാളാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആളാണ്. സൈലം പോലുള്ള വലിയ സ്ഥാപനങ്ങൾക്കകത്ത് അവർ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് അവർ. അവരെ നിങ്ങൾ എന്താണ് പഠിപ്പിക്കുക? ഒരു ബ്രാഞ്ച് സെക്രട്ടറി അവർക്ക് എന്ത് ക്ലാസ്സാണ് അവർ കൊടുക്കുക? നമ്മൾ ആലോചിക്കണം, നമ്മുടെ സാമാന്യ ബുദ്ധിയുടെ വിഷയമില്ലേ? അപ്പൊ ഇതുപോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പറയുന്നിടത്തേക്ക് അവർ നിന്നുകൊള്ളണമെന്ന് പറയാവുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് എത്ര വേദനാജനകമാണത്. ഒരു മനുഷ്യൻ ആലോചിക്കുന്ന ഒരു മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ടും അതിനകത്ത് നിലനിന്ന് പോവുക സാധ്യമല്ലാതായി തീരും. ഇങ്ങനെ സാധ്യമല്ലാതായി തീർന്നു പോകുന്ന അവസ്ഥയിൽ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ജയിൽ സൂപ്രണ്ടിനോ അല്ലെങ്കിൽ സൂപ്രണ്ടിനോ എന്താണ് ഈ പ്രതികളെ വിട്ടയക്കാൻ അവർക്ക് താല്പര്യമുള്ളത്? എന്ത് താല്പര്യമാണ് അവർക്കുള്ളത്? ഈ താല്പര്യത്തിന്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം ജയിലിനകത്ത് വളരെ സെപ്പറേറ്റ് ആയിരിക്കുന്ന, സമാന്തരമായിരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണമുണ്ട് എന്നാണ് അതിനർത്ഥം. ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണമുണ്ട് എന്നാണ്. ഈ ആഭ്യന്തര വകുപ്പിൻ്റെതായിരിക്കുന്ന നിയന്ത്രണമുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ചെങ്കനായിരിക്കുന്ന അയാൾ എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര കൈകാര്യം? ഒറ്റ കാര്യത്തിന് മാത്രമാണ്. അതായത് എന്റെ ഇംഗിതങ്ങൾ നടപ്പാക്കാൻ ഞാൻ നിശ്ചയിക്കുന്ന ആളുകൾ, ഞാൻ നിശ്ചയിക്കുന്ന വില മാത്രമേ നിങ്ങളെന്ന് പറഞ്ഞ ഏത് മനുഷ്യന്റെയും ജീവൻ വിലയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന ഇത്രയും തമ്മാടിത്തരമുള്ള കേരളത്തിലെ ഒരാൾ അധികാരിയായി തുടരുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അത് മാത്രമോ? അങ്ങനെ അതിന് സമാനമായിരിക്കുന്ന
ഞാൻ ജീവിക്കണമോ വേണ്ടയോ തീരുമാനിക്കാനുള്ള അവകാശം ഇവരുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ എന്തിനാണ് ഇതുവരെ ജീവിച്ചത്, ഞാൻ എന്തിനാണ് ശ്വസിച്ചത്, ഞാൻ എന്തിനാണ് വായിച്ചത്, ഞാൻ എന്തിനാണ് പഠിച്ചത്, ഞാൻ എന്തിനാണ് സമരം ചെയ്തത്? ഇതല്ലേ ബേസിക്കായ ചോദ്യം? ഇതല്ലേ? നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ജീവിക്കാനാണോ ഞാൻ ഈ ഭൂമിയിൽ പറന്നു വീണത്? ആണെന്ന് പറയാൻ എനിക്കിഷ്ടമല്ല. ഞാൻ എന്നെ സമൂഹത്തിനകത്തെ പെറ്റുവീണ് ആദ്യത്തെ കരച്ചിൽ എന്താണ്? ഭൂമിയുമായി പൊരുത്തപ്പെടാനാവാത്ത ഒരു കുഞ്ഞിന്റെ പ്രതിഷേധമാണ് ആദ്യത്തെ കരച്ചിൽ. അതാണ് ആദ്യത്തെ കരച്ചിൽ. ആ കരച്ചിൽ തൊട്ട് തന്നെ അവൻ പ്രകൃതിയുമായി സമൂഹവുമായി ഇണങ്ങിയും പിണങ്ങിയുമാണ് അവൻ വളരുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ ബോധ്യത്തിലൂടെ അവൻ വളരുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവനെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ ആദർശങ്ങൾ എന്താണോ അതിന്റെ ഭാഗമായിട്ട് അവൻ മാറും. അതിന് പകരം ഈ കിടങ്ങളുടെ പുഴുതുരിക്കുന്ന ബുദ്ധിയിലുള്ളവരെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമായി ഞാൻ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ഇതാണ് ബേസിക് ഫണ്ടമെന്റലായ ചോദ്യം. ഇതാണ് ജയിലിനകത്ത് നിന്ന് പോലും ആളുകളെ കൊല്ലാൻ കൊട്ടേഷൻ എടുക്കുക, എന്നിട്ട് അതെന്ത് ചെയ്യുക? അത് വലിയ വീരസാഹസിക കഥകളായി പ്രഖ്യാപിക്കുക. യാതൊരു ലജ്ജയും ഇല്ലാതെ തെരഞ്ഞെടുപ്പിൽ ഇത്ര ദാരുണമായി പരാജയപ്പെട്ടും ഇന്നും വന്നു കണ്ണൂർ ജില്ലയിലേക്ക് ഒരു 40 വാഹനത്തിന്റെ അകമ്പടിയിലാണ് ഇന്ന് രാജാവ് എഴുന്നള്ളിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇത് വരാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഉളുപ്പില്ലായ്മ എന്നല്ലാതെ വേറെന്താണ് പറയുക? ഇത് പറയുന്ന നമുക്കാണ് വാസ്തവത്തിൽ ഉളുപ്പ് എന്ന വാക്കിന്റെ തേയ്മാനം സംഭവിക്കുന്നത് ശരിക്ക്. കാരണം അത് വലിയ 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 വിലയുള്ള ഒരു വാക്കാണത്. ഇത്രമാത്രം ആളുകൾ ഇങ്ങനെ നിരാലംബമായി തീരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പാതകങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കും ഫ്രെയിംവർക്കും ഇവർ എത്ര കാലമായി തുടങ്ങി വെച്ചതായിരിക്കും ഇവർ ഈ സാധനം, അല്ലേ? ഏതാണ്ട് 2000-ൽ പരം വരുന്ന ആളുകളാണ് ഈ കൊലക്കേസിനകത്തെ സാക്ഷികളായും പിന്നെ മൊഴിരേഖ കൊടുത്തിട്ടുള്ളത്. ഈ 2000-ഓളം ആളുകൾക്ക് വാസ്തവത്തിൽ എന്ത് സെക്യൂരിറ്റിയാണ് ഇവർ നൽകുക? എന്ത് സെക്യൂരിറ്റിയാണ് ഈ സംസ്ഥാനത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ പൊതുജനത്തിന് ഇവർ കൊടുക്കും? എന്ത് സെക്യൂരിറ്റി ഇവർ കൊടുക്കും? ആരെയാണ് ഇവർ വെട്ടിക്കൊല്ലാൻ തീരുമാനിക്കുക? ആരെ കൊല്ലാന്നാ തീരുമാനിക്കുക? നാട്ടിലെ മുഴുവൻ സ്ഥലത്തും ബോംബ് കൊണ്ടുപോയി വെച്ചിട്ട് സ്ഥലത്തിനെന്തായെന്ന് അറിയാം നിങ്ങൾ? LTTE ജാഫ്ന മേഖലയിൽ കുഴിബോംബ് വെച്ച പോലെയല്ലേ സംഭവം വെച്ചത്? ഇതുപോലെ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥക്കകത്ത് അത് ആ പെൺകുട്ടി ചൂണ്ടിക്കാണിച്ചു വന്നതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിക്കെതിരായിട്ട് ഈ ആരോപണവും അല്ലെങ്കിൽ ആ പെൺകുട്ടി ആക്ഷേപിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇപ്പോഴും അനുസരിക്കണമെന്നാണ്. ആരനുസരിക്കും? എങ്കിൽ ഇവരോട് പൊതുജനം പറഞ്ഞത് ഇവരെന്താ അനുസരിക്കാത്തത്? ഇപ്പോഴും പറഞ്ഞതായ ഒറ്റ സാധനമാണ് പറഞ്ഞത്, ജനത്തിന് തെറ്റുപറ്റി എന്നാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നല്ല പറഞ്ഞത്, ജനത്തിന് തെറ്റുപറ്റി. ആ തെറ്റ് ജനങ്ങളെ ബോധ്യപ്പെടും. 3ാമത്തെ സെന്റൻസ് ആണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അയാൾ പിന്നെ TV ചാനലിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടതാണത്. ആദ്യത്തെ 2 തവണ അയാൾ തെറ്റിനെ കുറിച്ചെല്ലാം സംസാരിച്ചു. ഇതല്ല അത്യാവശ്യം ചാരുകളെ കുറിച്ച് പോലെ. തേർഡ് സെന്റൻസ് എന്താണെന്ന് പറഞ്ഞാൽ ജനത്തിന് തെറ്റുപറ്റി, അത് ഞങ്ങൾ തിരുത്തിപ്പിക്കുമെന്നാണ്. അപ്പോഴും ഇവരുടെ ഇതെന്താണ്? ഇവർ ചെയ്തത് മുഴുവൻ തന്നെ ശരിയാണ്. അപ്പൊ ഈ ശരി എന്ന് പറയുന്ന ശരിയാണ് ഈ ഭൂമിയിലെങ്കിൽ അതിനർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇയാൾ ധരിച്ചു വെച്ചിരിക്കുന്ന സംഭവം ഇന്ത്യക്ക് ഒരു ഭരണഘടനയില്ല എന്നും ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ടോട്ടാലിറ്റേറിയൻ റെജീമിന്റെ അല്ലെങ്കിൽ ഒരു വിപ്ലവാനന്തര ഭരണകൂടത്തിന്റെ സോവിയറ്റ് യൂണിയനോ ചൈനയോ ആണെന്നാണ് ഈ വിഡ്ഢി ധരിച്ചു വെച്ചിട്ടുള്ളത്. അതാണ് ഇതിന്റെ പ്രശ്നം. ഇതാണ്. മറ്റല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും, ഇന്ത്യയിൽ ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനത്തെ അക്കച്ചത്ത് പോലുള്ള കേരളത്തിനകത്ത് മാത്രം അധികാരമുള്ള ഒരാൾ ഇതാണ് ചെയ്യുന്നത് എങ്കിൽ ഇയാളെങ്കാൻ ഇന്ത്യയുടെ അധികാരിയായാൽ പിന്നെ മിസ്റ്റർ നമ്പ്യാർ കിടന്ന ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ, ഇയാളുടെ പാർട്ടി അധികാരിയായാലൊന്ന് സങ്കല്പിച്ചു നോക്കിയാൽ. ഇതുകൊണ്ടാണ് ലോകത്തിലെ ഒരു രാജ്യത്തിനകത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചടി ചെയ്തിരിക്കുന്ന ഒറ്റ സ്ഥലത്ത് പോലും ഈ സാധനം പിന്നെ തിരിച്ചു വരാത്തതിന്റെ കാരണം ഇതാണ്. ഈ ബംഗാളിൽ വരാത്തതാണ്, ത്രിപുരയിൽ വരാത്തതാണ്. ഇനി ഇതാ ഈ കേരളത്തിൽ ഇത് തന്നെ സംഭവിക്കും. വേരറ്റ് പോയി മുറിയും ഈ സാധനം. ഇത് അതിന്റെ അന്ത്യകൂതാശിയാണ് ഇയാൾ ചെയ്തു വെക്കുന്ന എല്ലാവിധ ഈ പറയുന്ന പിന്നെ അധമത്വങ്ങളും. നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, ജനാധിപത്യം എന്നൊരു വാക്ക് ഇവർക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ളതല്ല, നമുക്ക് പ്രതിഷേധിക്കാനുള്ളതാണത്. ഇവർക്ക് ഉപയോഗിക്കാൻ മാത്രമാണ് ജനാധിപത്യം വേണമെന്ന് നാട്ടുകാരോട് പറയാനുള്ളതാണ്. പക്ഷേ നമുക്കത് പ്രതിഷേധിക്കാനുള്ള ഏറ്റവും വലിയ സമരായുധമാണത്. ആ സമരായുധത്തിന്റെ രാഷ്ട്രീയമാണ് വാസ്തവത്തിൽ കോടതിയെ വെല്ലുവിളിക്കുക വഴി ഈ സംസ്ഥാന സർക്കാർ ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അത് നടപ്പിലാക്കാൻ സാധ്യമല്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയാണ്, അതുകൊണ്ട് ഈ അർത്ഥത്തിൽ മാത്രമാണ് ഇതിനെ വിലയിരുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് മിസ്റ്റർ നമ്പ്യാർ.